ഞാനിപ്പോൾ ഉള്ളത് ഭൂതത്താൻ കെട്ടുന്ന സ്ഥലത്താണ്. ഡാമിനിപ്പം നിറയെ വെള്ളമുള്ള സമയമാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ പിണ്ടിമന പഞ്ചായത്തിലാണ് ഈ പദ്ധതി നിലകൊള്ളുന്നത്. കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരമ്പാറ കവലയിൽ നിന്നും ഇടമലയാർ റോഡിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. പെരിയാർ നദീതട പദ്ധതി എന്ന പേരിൽ 1957 ഭൂതത്താൻകെട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 1964 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള PWD ആണ് ചെയ്തത്. മനോഹരമായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിലുള്ള അണക്കെട്ടുകളിലൊന്നാണ് ഭൂതത്താൻകെട്ട്. ഇതിൻ്റെ ഒരു കര നിബിഡമായ വനമാണ്. വനത്തിൽ ധാരാളമായ ആനകളും കടുവയും ഒക്കെ വന്യമൃഗങ്ങളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. മറുകരമയിൽ ധാരാളമായി ജനങ്ങൾ താമസിക്കുന്നതും കൃഷി സ്ഥലങ്ങളും ഒക്കെ ധാരാളമുള്ള പ്രകൃതി ഭംഗി കൊണ്ട് വളരെയേറെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഭൂതത്താൻകെട്ട്. ഭൂതത്താൻകെട്ട് എന്ന പേരിന് തന്നെ പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം. കാലങ്ങൾക്ക് മുൻപ് ശിവൻ അധിപനായ തൃക്കാരിയൂർ ക്ഷേത്രത്തെ മുക്കിക്കളയാൻ ഭൂതങ്ങൾ പെരിയാറിനു കുറുകെ അണക്കെട്ട് കെട്ടാൻ തുനിഞ്ഞെന്നും ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഭൂതഗണങ്ങളോട് ഒറ്റ രാത്രി കൊണ്ട് അണ കെട്ടി തീർക്കണമെന്നും അല്ലാത്ത പക്ഷം ഈ പ്രദേശത്ത് നിന്ന് എന്നേക്കുമായി പോയിക്കൊള്ളണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഒരു രാത്രിയുടെ ആദ്യ യാമങ്ങളിൽ തന്നെ ഭൂതം വൻ പാറക്കല്ലുകൾ ഉരുട്ടി പെരിയാറിൽ സ്ഥാപിക്കാൻ തുടങ്ങി. ഏതാനും നാഴികൾക്കുള്ളിൽ തന്നെ പെരിയാറിൻ്റെ പകുതിയോളം ജലത്തിൻ്റെ ഒഴുക്ക് നിലപ്പിക്കുവാൻ ഭൂതത്തിന് കഴിഞ്ഞു. ഇത് തുടർന്നാൽ നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഭൂതം പെരിയാറിനെ തടയുമെന്ന് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ ശബ്ദത്തിൽ കൂകി. കോഴി കൂവുന്നത് കേട്ട് ഭൂതം നേരം പുലർന്നതാണെന്ന് കരുതി തൻ്റെ പണി ഉപേക്ഷിച്ച് നാടുവിട്ടെന്നാണ് ഐതിഹ്യം. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഉയരം 11.79 മീറ്ററും നീളം 210 മീറ്ററുമാണ്. 15 സ്പിൽവേകളാണ് ഉള്ളത്. ഭൂതം കെട്ടിയ കെട്ട് ഡാം ഉണ്ടെന്ന് പറഞ്ഞത് ഈ കാണുന്നതിൻ്റെ താഴ്വശത്താണ്. അവിടെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ അവശേഷിക്കുന്നുണ്ട്. അത് കാണുവാൻ ആയിട്ട് ഡാമിൻ്റെ മറുതലയ്ക്കിൽ നിന്ന് നമുക്ക് ഒരു കാനന പാതയിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഡാമിന് സമാന്തരമായി പണിത പുതിയ പാലമാണ് ഈ കാണുന്നത്. ഇത് 2020 ഉദ്ഘാടനം നൽകിയത്. അതിനു മുൻപ് ആ ഡാമിന് മുകളിലൂടെ ആയിരുന്നു ഇടമലയാറിലേക്കും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇലക്ട്രോ പ്രോജക്റ്റായ ഇടമലയാറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികളും അസംസ്കൃത പദാർത്ഥങ്ങളും ഒക്കെ കൊണ്ടുപോയിരുന്നത് ആ ഡാമിന് മുകളിലൂടെയാണ്.
അതുപോലെ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള വാഹനങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതിലെയായിരുന്നു. ഇപ്പോൾ ഈ പാലത്തിലൂടെയാണ് സഞ്ചാരം. ഡാമിൻ്റെ ബലക്ഷയം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഈ പാലത്തിലൂടെയാണ് ഇപ്പോൾ 2020 ഇതിൻ്റെ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. സംരക്ഷിക്കുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു പാർക്ക് കൂടി ഈ ഡാമിനോട് ചേർന്നുണ്ട്. വളരെയേറെ നല്ല മനോഹരമായൊരു പാർക്കാണ്. കാരണം ഒരു വനപ്രദേശം പോലെ കേട്ടോ ഇതിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ. കാരണം ഇതിനകത്ത് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ പാലത്തിനോട് ചേർന്ന് ഈ പാലം പണിതപ്പോൾ ആ പാർക്കിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കാത്ത വിധത്തിലാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണം നടന്നത്. പാർക്കൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് പണിത് വച്ചിരിക്കുന്നതാണ്. എനിക്ക് 7 വയസ്സുള്ളപ്പം ഇടമലയാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇടമലയാറിലായിരുന്നു എൻ്റെ ബാല്യകാല കൗമാരങ്ങളൊക്കെ അവിടെയാണ്. കീരമ്പാറ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഈ പാർക്കിൽ വളരെയേറെ സമയങ്ങൾ ഞങ്ങൾ ചിലവഴിക്കാൻ എത്തുമായിരുന്നു. പാർക്കിൽ അന്ന് ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അന്ന് കണ്ടിരുന്ന പ്രതിമകളും മാറ്റം വന്നത് ചെറിയ ചെടികൾക്ക് വല്ലതും പുനർനിർമ്മാണം ഉണ്ടായിട്ടുണ്ടാകും. അന്നുണ്ടായിരുന്ന മരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ വളരെയേറെ വലുപ്പമായി. 40 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാനിവിടെ എത്തിയതെന്നുള്ളതൊരു ഇതും കൂടെ ഉണ്ട്. ഓർമ്മകൾക്ക് നല്ല മധുരമുണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം നമ്മുടെ ഭൂതത്തിൻ്റെ ഒരു പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്.
ഇതിനോടനുബന്ധിച്ച് ഒരു വൈദ്യുതി നിലയവും കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പണികളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ച് വരുന്നു. പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് പകരമായി കനാലാണ് തീർത്തിരിക്കുന്നത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.